ഓക്കെ ആൻഡ് വെക്കേഷൻ ഞാൻ ഇതിൽ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഞാൻ 19-1 എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ എൻ ഡി എക്ക് 1, 19 ഇന്ത്യ മുന്നണി. ഒന്നേതാ അല്ല നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂൻസി വോട്ട് പറഞ്ഞാൽ പോരെ. അല്ല മണ്ഡല വഴി പോവും അങ്ങനെ പറയാം. അത് സസ്പെൻസ് അല്ല. അതായത് ആന്റോകശം പറയുന്നു അല്ല ആന്റോകശം പറയുന്നു താമര വിരിയും. അല്ല ഒരു സീറ്റിൽ താമര വരും. ഒരു സീറ്റ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യട്ടെ. ആന്റോകശം പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്ന അതാണോ ഞാൻ പറയുന്നത്? അത് ഞാൻ പ്രഡിക്റ്റ് ചെയ്യട്ടെ. ഓക്കെ സുജയ പാർവതി 18-2. 18-2. അതായത് ആറ്റിങ്ങൽ മുരളീധരൻ തോക്കുമെന്ന് സുജയ പാർവതി. ആറ്റിങ്ങൽ മുരളീധരൻ തോക്കുമെന്ന് സുജയ പാർവതി. റൈറ്റ്, അങ്ങനെ പറയാറായോ? അത് സുജയ പാർവതി അല്ല പറയേണ്ടത്, അവിടുത്തെ വോട്ടർമാരാണ്. അല്ല 2 സീറ്റിൽ 3 സീറ്റിൽ ഒന്ന് തൃശ്ശൂർ, മറ്റൊന്ന് തിരുവനന്തപുരം, മൂന്നാമത്തെ ആറ്റിങ്ങൽ. എന്റെ ടേക്കാണ്, ഞാൻ 2 ആണ് പറഞ്ഞത്. അത് 3 ആക്കാൻ താങ്കൾ എന്തിനാണ്? അല്ല ഇത് ഇന്ത്യ ടുഡേ ബൈ ആക്സിസ് സർവേ പ്രകാരം അത് ഇന്ത്യ ടുഡേ രാജ്ദീപ് സർദേശായിയോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ്? ഇന്ത്യ ടുഡേ ബൈ ആക്സിസ് സർവേ പ്രകാരം 3 കോൺസ്റ്റിറ്റ്യൂൻസികളാണ്. 1 to 3 മാക്സിമം 3 ആണ്. പക്ഷേ മാക്സിമം 2 ആണ്. സുജയ പാർവതി പറയുന്നു മാക്സിമം 0 to 2. എന്റെ മാക്സിമം 2 ആണ്. 0 to 2 0 to 2 അല്ല 1 to 2. 1 to 2. ഇൻട്രസ്റ്റിംഗ്. അതായത് മിനിമം ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ 2 സീറ്റ് കിട്ടൂല, ഒരു സീറ്റ് കിട്ടും. ഒരു സീറ്റ് കിട്ടും. ദാറ്റ്സ് മോർ റിയലിസ്റ്റിക്. അപ്രീഷിയേറ്റ്. ഒന്നും കൂടെ ചോദിച്ചാൽ അത് തന്നെ പറയും. 1 to 2. 4-ാം തീയതി എല്ലാവരും ഇവിടെ കാണണം. That's interesting. എല്ലാത്തിന്റെ അവസാനം ചേർത്ത് വെക്കണം. 1 to 2. സുജയ പാർവതി അപ്രീഷിയേറ്റ്. അല്ല ക്ഷീണമാണെന്ന് പറഞ്ഞൊന്നും പോവരുത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു സീറ്റ് മുതൽ 2 സീറ്റുകൾ വരെ ലഭിക്കാം. നല്ലോണം കലക്കി ഒന്നുകൂടെ തരട്ടെ. കലക്കി ഞാൻ തരുന്നുണ്ട് സാർ. നമുക്ക് നോക്കാം. ഇനി ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് നമ്മൾ എടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. ഇതിൽ പത്തനംതിട്ട ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വലിയ ക്ലെയിമുമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. സ്റ്റേറ്റ് വഴി ഡോക്ടർ അരുൺ എന്താ പറഞ്ഞത്? പറഞ്ഞില്ല. 20-ൽ എത്ര? 20-ൽ എത്താം. എന്നെ സംബന്ധിച്ച് താമര വിരിയില്ല. വിരിഞ്ഞാലോ താമരയല്ലേ, തൽക്കാലത്തെ ഒന്നും ചെയ്യാനില്ല, അതവിടെ ഇരുന്നോളൂ. ചെളിയിലല്ലേ? ചെളിയിലാണ്. കേരളം അങ്ങനെ ചെളിയല്ല, എന്താണ് അങ്ങനെ പറയുന്നത്? അത് മാത്രമല്ല ഒന്നും സമ്മതിക്കില്ല, അങ്ങനെ വിരിയാൻ സാധ്യതയില്ല. അപ്പൊ 20-0 എന്നതാണ് എന്റെ ടേക്ക്. കേരളത്തിൽ താമര വിരിയാൻ സാധ്യതയില്ല. സുജയ പാർവതിയുടെ ടേക്ക് മിനിമം 19-1, മാക്സിമം 18-2. ബിജെപിയുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ കണക്കും കൂടെ ഒന്ന് കൃത്യമായിട്ട് പറയൂ. അല്ല ഞാനതാ പറഞ്ഞില്ല, അത് ചോദിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ചർച്ച ചെയ്യുന്നത് എന്താണ് സ്മൃതി? നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ വേഴ്സസ് ഇന്ത്യ ആണല്ലോ. അരുൺ, നമുക്ക് നമ്മുടെ ടാലിയിൽ നോട്ട് ചെയ്തതൊന്ന് ടോട്ടൽ ചെയ്ത് പറയാൻ നല്ലതല്ല. അല്ല ഒരു കാര്യം ചെയ്യ്, സ്മൃതി വെത്തിക്കാട് തുടങ്ങ്. അതെ, അതിനെ പേടിപ്പിക്കണേ. അല്ലല്ല, ഞാൻ അത് ഏത് ഓർഡറിലാ തുടങ്ങുന്നത് എനിക്ക് നമ്മൾ ഏറ്റവും ഒടുവിൽ 240 സീറ്റുകളുടെ ടാലിയാണ് നമ്മൾ ഇവിടെ പ്രദർശിപ്പിച്ചത്. 295-ൽ കോൺഗ്രസ് വിശ്വാസത്തിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകളാണ്. അതിന്റെ മിനിമം അതിൽ 196 സീറ്റുകളാണ് നമ്മൾ ഇതുവരെ പ്രെഡിക്റ്റ് ചെയ്ത് നിർത്തിയത്. ഇതുവരെ കോൺഗ്രസ് ആത്മവിശ്വാസത്തോടു കൂടി കണക്ക് കൂട്ടിയെന്ന് നമ്മൾക്ക് ഇൻപുട്ട് കിട്ടിയ സീറ്റുകളാണ്. 295-ൽ മൊത്തം നമ്മൾ പ്രദർശിപ്പിച്ചിട്ടില്ല. 295-ൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് അനുസരിച്ചുള്ള 240 എണ്ണത്തിന്റെ കണക്കിൽ നമ്മൾ എണ്ണിയപ്പോൾ 196-ഉം പിന്നെ ആ കണക്കിൽ ഉൾപ്പെടാത്ത നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയപ്പോൾ അതിൽ നമ്മൾ പരമാവധി 5 സീറ്റുകൾ ഒന്നര ആവറേജ് എടുക്കുകയാണെങ്കിൽ 201 സീറ്റുകൾ വരെ കിട്ടിയിട്ടുണ്ട്. 201. അത് കേരളം ടാലി കൂട്ടാതെയാണ്. കേരളത്തിന്റെ ടാലി കൂടി വന്നാൽ 201 പ്ലസ്. അത് നോർത്ത് ഈസ്റ്റ് 295 അവർ കൂട്ടിയിട്ടില്ലല്ലോ. ഇല്ല. അപ്പം 290 അതിൽ അവർ ഇനിയും കൂട്ടിയില്ല. 55 സ്റ്റേറ്റ് അതിൽ 55 കോൺസ്റ്റിറ്റ്യുവൻസി കൂട്ടാതെയുള്ള കണക്കായിരുന്നു. അവർ 240 ടാലിയോ തന്നിട്ടുള്ളൂ. സാർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആൻഡ്രോ സാറേ, ഇന്ത്യ മുന്നണി ഇവിടെ ജയിച്ചോ? റിപ്പോർട്ടർ ജയിച്ചോ? ജയിച്ചില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ മുന്നണി റിപ്പോർട്ടർ ജയിച്ചിട്ടില്ല. ക്ലാരിറ്റി കൊടുത്തോട്ടെ. 295 സീറ്റിന്റെ ടാലി ഇന്ത്യ മുന്നണി തന്നതിന്റെ അകത്ത് ആകെ കിട്ടിയത് 196+20 ആണ്. അല്ല, അതിൽ ശ്രദ്ധിക്കേണ്ടത് അവർ തന്നിരിക്കുന്ന ടാലി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ 295 കണക്കുകളുടെ മൊത്തത്തിലുള്ള സ്പ്ലിറ്റ് അല്ല. അതിൽ തന്നിരിക്കുന്ന നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് പൂർണ്ണമായിട്ടും അവർ വിട്ടിട്ടുണ്ട്. ആസാം അടക്കമുള്ള സ്റ്റേറ്റുകൾ വിട്ടിട്ടുണ്ട്, ഒഡീഷ വിട്ടിട്ടുണ്ട്. ഇത്തരം സംസ്ഥാനങ്ങൾ വിട്ടിട്ടാണ് ആ കണക്ക് ടാലി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് അതെ ആ സ്റ്റേറ്റുകളൊന്നും അതിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല. അതിലാകെയുള്ള കണക്കുകളിൽ നമ്മളുടെ കണക്കുകൂട്ടിൽ വന്നിരിക്കുന്നത് 196 നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് കൂടാതെ. അതായത് ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ട എല്ലാ കക്ഷികളെയും കൂട്ടി ഒന്നുകൂടെ കൂട്ടി നോക്കിക്കേ. അല്ല, ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ട കേരളം കൂട്ടാതെയാണ്. കേരളം കൂട്ടാതെയാണ് 196. കേരളം കൂട്ടിയാലോ 20 കേരളം കൂട്ടുമല്ലോ. നമ്മളിപ്പോ 20 പറഞ്ഞല്ലോ. 216 വരത്തുള്ളൂ. കേവല ഭൂരിപക്ഷം വരില്ല സാർ.
അതായത് അത്രേ ഉള്ളൂ. നിലവിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇന്ത്യ മുന്നണി പോകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് 295 നമ്മൾ മൈനസ് ചെയ്ത് വന്നപ്പോഴാണ്. അല്ല 295 ഇന്ത്യ മുന്നണി തന്ന കണക്കിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് വന്നപ്പോൾ 216 കിട്ടിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. 216 അത് മാക്സിമം ഇട്ടേക്കുന്നത്. മാക്സിമം 216. എന്റെ ടേക്ക് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്ത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷത്തിനോട് അടുത്തെത്താൻ കഴിയില്ല. എൻ ഡി എക്ക് BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയില്ല. NDA ക്ക് കിട്ടും. NDA പ്ലസ്. ഓക്കെ, എനിക്കൊന്ന് കുറച്ചുകൂടി കൺവിൻസിംഗ് ആയ റിയലിസ്റ്റിക് ആയ ഒരു കണക്ക് അതായിരിക്കുമെന്ന് തോന്നുന്നു. 196 216 ഇന്ത്യ മുന്നണിക്ക് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും അപ്പുറത്ത് 300-ൽ താഴെ ടാലി പോകേണ്ടി വരും. അതായത് BJPക്ക് സ്വാഭാവികം 300-ൽ താഴെ ആയിരിക്കുമല്ലോ BJPയുടെ ടാലി. BJP ടാലി 260 250-നും 260-നും ഇടയ്ക്ക് നിൽക്കേണ്ടി വരും BJP. സഖ്യകക്ഷികൾക്ക് കൂടി കിട്ടിയതനുസരിച്ച് ബാക്കിയുള്ള സീറ്റുകൾ, അതായത് 543 മൈനസ് 216 ആണ്. 543 മൈനസ് 213 എന്നതായിരിക്കും ഒരുപക്ഷെ BJPയുടെ ടാലി ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. ആ കണക്ക് ഏകദേശം വരുമ്പോൾ പ്ലസ് അതേഴ്സ് ഉണ്ട്. നമ്മൾ അതേഴ്സിനെ കണക്ക് കൂട്ടിയിട്ടില്ല. അപ്പുറത്ത് YSRCP ഉണ്ട്, ബിജു ജനതാദളുണ്ട്. അങ്ങനെയുള്ള കക്ഷികൾ ആ ഭാഗത്ത് നിൽക്കുന്നു. അതേഴ്സിന് ഒരു 20-25 മാർജിൻ. അങ്ങനെയാണെങ്കിൽ NDAക്ക് 327. NDA വരുമ്പോൾ 327 വരും. യെസ്, ഫൈൻ. അപ്പോൾ അതാണ് നിലവിലുള്ള കണക്കുകൾ. പക്ഷേ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് നമ്മൾ കൂട്ടിയിട്ടില്ല, അതടക്കമുണ്ട്. അതെല്ലാം കൂടി കൂട്ടി വരുമ്പോഴാണ് അത് സാധ്യമാവുക. ബട്ട് എനിവേ 216 എന്ന റൗണ്ട് ഫിഗറിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. ഇന്ത്യക്കല്ലേ 327? NDAക്ക് 327. ഇന്ത്യക്ക് നിലവിൽ 350 ആണ്. അത് കുറഞ്ഞിരിക്കുന്നു. അല്ല, ഇത് ഉണ്ണിസാറിന്റെ മാക്സിമം ഇട്ടിട്ടാണ് ഇത്രയും. അതെ, ഞാൻ പലതിനും മാക്സിമം ഇട്ടിട്ടില്ല, ഞാൻ പലതിനും കുറവാണ്. അപ്പോൾ നമ്മളുടെ കണക്കിലും 216 ആണ് നിലവിൽ ഇന്ത്യ മുന്നണിക്ക് എത്താവുന്ന പരമാവധി ടാർഗറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്.